ക്രിസ്തുദേവന്റെ ജെറൂസലേം പ്രവേശനത്തെ പുനരാവിഷ്കരിച്ച വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വിശ്വാസികൾ. മാനവരുടെ പാപങ്ങളുടെ മോചനത്തിനായുള്ള കുരിശുമരണത്തിന് മുൻപ് ദൈവപുത്രൻ ജെറൂസലേം നഗരിയിലേക്ക് പ്രവേശിച്ചതിന്റെ സ്മരണ പുതുക്കിയാണ് ഇടവക വിശ്വാസികൾ ഒന്നാകെ ചേർന്ന് വേറിട്ട ഓശാന ആചരണം നടത്തിയത്. ഇടവക ദേവാലയത്തിന് കീഴിലുള്ള കപ്പേളയിൽ നിന്നും ഓശാന ഞായറാഴ്ചയുടെ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. തുടർന്ന് ജെറൂസലേം നഗരവാസികളുടെ വേഷവിധാനങ്ങളോടെ ഇടവക ജനങ്ങൾ അണിനിരന്ന പ്രദക്ഷിണം നടന്നു. ഇടവകാംഗം ക്രിസ്തുദേവന്റെ വേഷവിധാനങ്ങളോടെ കഴുതപ്പുറത്തേറി പ്രദക്ഷിണത്തിൽ അണിനിരുന്നത് ആകർഷകമായി. ദാവീദിൻ പുത്രന് ഓശാന എന്ന് ഘോഷിച്ച് സൈത്യനിലകളുമായി ഇടവക ജനങ്ങൾ ഒന്നാകെ പ്രദക്ഷിണത്തിൽ അണിനിരന്നു. ഇടവകയിലെ കുട്ടികൾ നൃത്തച്ചുവടുകളുമായി ഓശാന ആചരണത്തിന്റെ ഭാഗമായി ജീവനുള്ള കഴുതയുമായി സൈത്യൻ കൊമ്പുകളുമായി ആദിമ കാലഘട്ടത്തിലെ ജെറൂസലേം നിവാസികളുടെ വേഷവിധാനത്തോടെ ഒരു ഇടവക ഒന്നാകെ ഒന്നിച്ച് പങ്കാളികളായ ഓശാന ആചരണം നാട്ടുകാരിൽ കൗതുകം ഉണർത്തി. പ്രദക്ഷിണം ദേവാലയത്തിലെത്തിച്ചേർന്ന ശേഷം പ്രധാന വാതിലിൽ മുട്ടിയതിനു ശേഷം വൈദികൻ വാതിലുകളെ തുറക്കുക, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ചു. തുടർന്ന് വൈദികനും ഇടവക വിശ്വാസികളും ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് തിരുകർമ്മങ്ങളിൽ പങ്കാളികളായി. 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറൂസലേം ദേവാലയത്തിലേക്ക് കഴുതപ്പുറത്തു കയറി വന്ന യേശുദേവന്റെ പുനരാവിഷ്കാരം ഈ വർഷത്തെ ഓശാന ആചരണത്തിന് മാറ്റുകൂട്ടി. വികാരി ഫാദർ ജോബി പുത്തൂർ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികനായി. കൺവീനർ KT ലാസർ, കൈക്കാരന്മാരായ KT ജോബ്, CJ വിൻസെന്റ്, KJ തോമസ്, കമ്മിറ്റി അംഗങ്ങളായ KJ ജീസൺ, ആൻവിൻ ആൻഡോ, ബിൽവിൻ ആൻഡോ, ഷാജി ടീച്ചർ, ലിജി ടീച്ചർ, ലിൻഡു സൈനീഷ് എന്നിവർ നേതൃത്വം നൽകി. ദേവാലയത്തിലെ ഭക്തസംഘടനകളുടെ പൂർണ്ണമായ സഹകരണത്തോടെയാണ് ഓശാന ഞായർ ആചരിച്ചത്.